മലപ്പുറം നിലമ്പൂരിൽ ബസ്സിൽ കുഴഞ്ഞു വീണ ബാലികയെ അതിവേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച മാതൃകയായി സ്വകാര്യ ബസ് ജീവനക്കാർ. കാളിക്കാവ് നിലമ്പൂർ റൂട്ടിൽ ഓടുന്ന വിഷ്ണു ബസ്സിലെ ജീവനക്കാരായ ഡ്രൈവർ അനീഷ്, കണ്ടക്ടർ അജീഷ് എന്നിവരാണ് സമയോചിതമായ ഇടപെടൽ നടത്തിയത്. രാവിലെ 10:30 ഒറ്റപ്പാലത്തു നിന്നും ട്രെയിനിലെത്തിയ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചന്തക്കുന്നിലേക്ക് പോകുന്നതിനായി തങ്ങളുടെ ബസ്സിൽ കയറിയതാണെന്ന് കണ്ടക്ടറായ അജീഷ് പറയുന്നു. എന്നാൽ പെട്ടെന്ന് തലകറങ്ങുന്നതായി പറഞ്ഞ ബാലിക കുഴഞ്ഞു വീഴുകയായിരുന്നു. കുട്ടിക്ക് ശ്വാസതടസ്സം കൂടി കണ്ടതോടെയാണ് ബസ്സിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ജീവനക്കാർ തീരുമാനിച്ചതെന്നും അജീഷ് പറഞ്ഞു. തലമിഞ്ഞു വീണു, പിന്നെ കുട്ടിക്ക് ശ്വാസം കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങള് നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ ഇങ്ങനെ ബസ് എത്തിച്ചത്. ചന്തക്കുന്നാണ് പിന്നെ അങ്ങനെ നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാണ്. കുട്ടീന്റെ പ്രശ്നമല്ലേ, പിന്നെ ഹോസ്പിറ്റലിലാകുമ്പോ രണ്ടാളും ഞങ്ങള് ഏട്ടാനിയൻ്റെ അവിടെ എന്റെ ഏട്ടനാണത്. അവരോട് പറഞ്ഞു പിന്നെ ട്രിപ്പും കാര്യങ്ങളല്ലല്ലോ എന്റെ കാര്യങ്ങളെ. അപ്പൊ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ പാസിംഗ് ആണ്. ആ സമയം 11 മണിക്ക് സ്റ്റാൻഡിൽ നിന്ന് പോകണം, ടൈം ഉണ്ടാവില്ല. ആ കാര്യത്തിൽ മലയാളിമാർക്കും പ്രശ്നം കാര്യങ്ങളൊന്നും പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഓണർ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ഓണറോട് പറഞ്ഞു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്താ വെച്ചാല് കാര്യങ്ങൾ ചെയ്തു കൊടുക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന ചിന്തയാണ് ബസ് ജീവനക്കാരെ മുന്നോട്ട് കുതിപ്പിച്ചത്. പെൺകുട്ടിക്കൊപ്പം മാതാവും അനുജത്തിയും ഉണ്ടായിരുന്നു. യാത്രക്കാരും പൂർണ്ണ പിന്തുണയോടെ ഒപ്പം നിന്നു. ഹോണടിച്ച് അതിവേഗത്തിൽ ബസ് ജില്ലാ ആശുപത്രി മുറ്റത്തേക്ക് എത്തിച്ചു. ബസ് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് പെൺകുട്ടിയെ ഡോക്ടറുടെ പക്കൽ എത്തിച്ചു. യഥാസമയം കുട്ടിക്ക് ചികിത്സ നൽകാൻ കഴിഞ്ഞതോടെ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ബസ് ജീവനക്കാരായ സഹോദരങ്ങളുടെ അവസരോചിത ഇടപെടലിനെ നാട് ഒരേ മനസ്സോടെ അഭിനന്ദിക്കുകയാണ്. ബസ് ജീവനക്കാരോട് ഏറെ നന്ദിയുണ്ടെന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ഒറ്റപ്പാലത്തെ വീട്ടിൽ പോയ ശേഷം വഴിക്കടവിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.